കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പിന്റെ പേരങ്ങ് മാറ്റിയിരിക്കുകയാണ്. കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് ഈ മാസം 14-ന് ആരംഭിക്കുന്ന യാത്രയുടെ പേര് ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നാക്കി മാറ്റി. കോൺഗ്രസ് പ്രവർത്തകർ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഭാരത് ന്യായ് യാത്ര എന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഈ വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തുന്ന യാത്രയിൽ കഴിയാവുന്നിടങ്ങളിലെല്ലാം ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ പങ്കാളികളാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 14-ന് മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര മാർച്ച് 20-ന് മുംബൈയിലാണ് അവസാനിക്കുക. 15 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര 110 ജില്ലകളിലൂടെയും 110 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുമായി 6713 കിലോമീറ്റർ സഞ്ചരിക്കും. 67 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം സഞ്ചരിക്കുന്നത് ഉത്തർപ്രദേശിലൂടെയായിരിക്കും. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് കൈപ്പേറിയ ഫലം നൽകിയ ഹിന്ദി ഹൃദയഭൂമിയായ UP-യിൽ 11 ദിവസമാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര പര്യടനം നടത്തുക. 20 ജില്ലകളിലൂടെ 1074 കിലോമീറ്റർ ദൂരം UP-യിൽ സഞ്ചരിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പാർട്ടി ഉന്നത നേതാക്കളുടെ 3 മണിക്കൂർ നീണ്ട യോഗത്തിനൊടുവിലാണ് യാത്രയുടെ വിശദാംശങ്ങൾ അന്തിമമായത്. നേരത്തെ റൂട്ടില്ലാതിരുന്ന അരുണാചൽ പ്രദേശ് കൂടി പുതിയ റൂട്ട് മാപ്പിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ, വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയ പാർട്ടികൾ, പൗരസമൂഹ സംഘടനകൾ എന്നിവരെ യാത്രയിലേക്ക് ക്ഷണിക്കും. ജനുവരി 14-ന് യാത്ര തുടങ്ങുന്ന മണിപ്പൂരിൽ ഒരു ദിവസം മാത്രമാണ് പര്യടനം. നാഗാലാൻഡിൽ 2, ആസാമിൽ 8, അരുണാചൽ പ്രദേശ്, മേഘാലയ എന്നിവിടങ്ങളിൽ ഓരോ ദിവസം, പശ്ചിമ ബംഗാളിൽ 5, ജാർഖണ്ഡിൽ 8, ഒഡീഷയിൽ 4, ഛത്തീസ്ഗഡിൽ 5, ബീഹാറിൽ 4, ഉത്തർപ്രദേശിൽ 11, മധ്യപ്രദേശിൽ 7, രാജസ്ഥാനിൽ ഒരു ദിവസം, ഗുജറാത്തിൽ 5, മഹാരാഷ്ട്രയിൽ 5 എന്നിങ്ങനെയാണ് പര്യടനം നടത്തുക. ഭരണഘടനയെ സംരക്ഷിക്കൂ, ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയുടെ മുഖ്യ മുദ്രാവാക്യം. 1-ാം ഘട്ട ഭാരത് ജോഡോ യാത്രക്കിടയിൽ ഉച്ചയ്ക്ക് ശേഷം രാഹുൽ നടത്തി വന്ന സംവാദം ഇക്കുറി ഉണ്ടാകില്ല. പകരം യാത്രക്കിടെ ബസ്സിൽ വിവിധ തലങ്ങളിലെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ദിവസം 5-ഓ 6-ഓ പ്രതിനിധി സംഘങ്ങളുമായി ഇത്തരത്തിൽ 1 മണിക്കൂർ വീതം സംസാരിക്കും. യാത്രക്കിടെ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളും ആവശ്യങ്ങളും മറ്റും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കാനാവശ്യമായ ഇടപെടലുകളും ഉണ്ടാവും. തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ യാത്ര കടന്നു പോകുന്ന 14 സംസ്ഥാനങ്ങളിലെയും PCC അധ്യക്ഷന്മാരുമായും കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാക്കളുമായും ജനുവരി 4-ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ചർച്ച നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ യാത്രയെ കുറെ കൂടി വിശാലമാക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ വർഷത്തെ ഭാരത് ജോഡോ യാത്രക്കിടെ NCP അധ്യക്ഷൻ ശരത് പവാറും DMK അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനും അടക്കമുള്ള നേതാക്കൾ പ്രത്യേക സ്ഥലങ്ങളിൽ പങ്കാളികളായിരുന്നു.